എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. യെസ്, അതിലേക്കൊക്കെ കടക്കാം. അതിന് മുൻപ് നമ്മുടെ സ്വന്തം DQന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മുത്തേ. അല്ല പിന്നെ തകർക്ക് ഇനി അങ്ങോട്ട് വരുന്നതൊക്കെ പോളിസ് സാധനങ്ങളാവട്ടെ. അതെ, പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ പ്രേക്ഷകർ ഇങ്ങനെ അടങ്ങിയിരിക്കൂല. അതായത് 2 വർഷത്തിലൊന്നോ അങ്ങനെയൊന്നും പോരാ. മലയാളത്തിൽ പ്രത്യേകിച്ച് അതെ 1, 2, 3 ഒക്കെ വരണം ഒരു വർഷം. അതെ, അധികമൊന്നും വേണ്ട, ഒരു 3 ഒക്കെ മതി അല്ലേ? അല്ലാതെ ഞങ്ങൾ അടങ്ങൂല. അതാണ് നമ്മുടെ ആവശ്യം. അതെ, ഓക്കെ. അപ്പോൾ ലോക സിനിമയുടെ ഒഫീഷ്യൽ ടീസർ കാണാം. എന്തായാലും DQ ഉണ്ടാവും ഉറപ്പല്ലേ? അല്ലെങ്കിൽ ഇന്ന് ഈ ടീസർ പുറത്തിറക്കുമോ? അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ഏത് ലുക്കിലാണ് വരുന്നതെന്ന്. എന്തായാലും ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ചമൻ ചാക്കോയാണ് ഇതിൻ്റെ എഡിറ്റിങ്. പിന്നെ ജെയ്ക്സ് ബിജോയാണ് മ്യൂസിക്. നിമീഷ് രവിയാണ് ഇതിൻ്റെ സിനിമറ്റോഗ്രാഫി. പിന്നെ യാനിക് ബന്നാണ് ഫൈറ്റ് കൊറിയോഗ്രാഫി. പിന്നെ ബംഗ്ലൻ ആളാണ് പ്രൊഡക്ഷൻ ഡിസൈനർ. പഠിച്ചതിന് ഗുണമുണ്ട് കേട്ടോ. സംഭവം എല്ലാം കൃത്യമായിട്ട് പറയണം. അതായത് ഈ ടീമിലുള്ള നമുക്കുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം ഈ ഒരു ലെവല് സിനിമ മേ ബി, അതായത് നമ്മുടെ പ്രതീക്ഷകളാണ്, കേട്ടറിഞ്ഞത് കൂടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ ഇങ്ങനെ ജോണറിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല, ഫസ്റ്റ് ടൈം. അതെ. പിന്നെ വിനായകൻ പറഞ്ഞ പോലെ ഒരു ചെറിയ ടീമല്ല, വലിയ ടീമാണ്. ഇതിനേക്കാളൊക്കെ മുകളിൽ, അതായത് വേഫറിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന ആദ്യത്തെ സിനിമയാണ്. പിന്നെ പ്രൊഡക്ഷൻ ദുൽഖറാണ്. പിന്നെ ഇതിൽ കാമിയോ ആയിട്ട് നമുക്ക് ദുൽഖറുണ്ട്, ടോവിനോയുണ്ട്. നസ്ലൻ നായകനാവുന്ന സിനിമ കല്യാണി പ്രദർശനമാണ് നായികയായിട്ട് വരുന്നത്. മെയിൻ കല്യാണാണെന്ന് തോന്നുന്നത്. ഇതില് മെയിൻ. അതെ, അത് ഉറപ്പാണല്ലോ. ചന്ദ്ര എന്നുള്ള സാധനം കൊടുക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടെ? ഓക്കെ, എന്തായാലും നമുക്ക് ഒഫീഷ്യൽ ടീസർ കാണാം. ത്രില്ലേ ഇവിടെ തുടങ്ങും. സൽമാൻ പ്രസൻസ്. നസ്ലൻ കല്യാണി. What's your name? Chandra. പുളി. ഞാനിതൊക്കെ മിത്താണെന്നാണ് വിചാരിച്ചത്. ചന്ദ്ര ശരിക്കും സൂപ്പർ ഹീറോ ആണോ? നിരാശ സമ്മാനിച്ചുകൊണ്ട് ടീച്ചർ ഇവിടെ തീർന്നിരിക്കുകയാണ്. DQനെ നോക്കിയിരിക്കുകയായിരുന്നു. എന്തൊരു അഹങ്കാരമായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് കൊണ്ടുവന്ന് വെക്കുമോ എന്നൊക്കെ. അല്ല, എവിടെങ്കിലും ഏതെങ്കിലും ഷോട്ടിൽ കാണിച്ചോ? മിന്നായം പോലെ വന്ന് പോയോ? എന്തൊരു ടീച്ചറാണ്. ടീച്ചർ എനിക്ക് ഫസ്റ്റ് മലയാള സിനിമ ഫസ്റ്റ് ഷോട്ടില്ലേ, ആ മുകളിലോട്ട് നോക്കിട്ട് നിൽക്കണേ. ആ സമയത്ത് ആ ബിൽഡിംഗ് കൂടി വലിഞ്ഞ് അത് കിടക്കിയിട്ടുണ്ട്. എന്റെ മോനെ, അമ്മാരി ഗംഭീര ടീച്ചർ കേട്ടോ. ടീമിന്റെ പേര് ആദ്യം പറയാൻ കാരണം എന്താന്നുള്ളത് പൊളി. അത് പിന്നെ ആ കാര്യത്തിൽ കല്യാണി നമുക്ക് അളക്കാൻ പറ്റില്ല, ഫൈറ്റിന്റെ കാര്യത്തിൽ കേട്ടോ. നോ ഡൗട്ട് ആളുടെ ആ കാര്യത്തില് ആള് പക്കേരി ഗംഭീരമായിട്ട് ചെയ്യും. അടിപൊളിയാ. പിന്നെ ആള് ആ സമയത്താണെങ്കിലും അങ്ങനത്തെ ക്യാരക്ടറിന് ആളിടുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് ഗംഭീരമാണ്. ഇപ്പൊ ഈ സാധനത്തിൽ തന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ആ സമയത്തുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, സൂപ്പർ. എന്താണെങ്കിലും ഒരു മിന്നായം പോലെ എവിടെയെങ്കിലും ഒന്ന് കാണിക്കുക. കണ്ടോ?
ആരാണ് അവിടെ മറ്റേ ഒരു ഷോട്ട് വരുന്നുണ്ട്, അങ്ങനെ ഒരു ഇതിന്റെ ഉള്ളിൽ ഒരു ഗ്ലാസിന്റെ ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു ഷോട്ടല്ലേ, ഒരു ഇന്നൊക്കെ ചെയ്ത്, അത് ഡീക്യു ആണോന്നൊരു സംശയം. ഡീക്യു ആണോ ടൊവിനോ ആരാണെന്ന് ടൊവിനോയും ഉണ്ടല്ലോ. എന്തായാലും ഒരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുമുണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ ഇത് ഫീലേ ചെയ്യുന്നില്ലല്ലോ. സത്യം, പുതിയൊരു ലോകം ഫീൽ ചെയ്യുന്നില്ലേ? അത് തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ പോസിറ്റീവ്. പിന്നെ ഇതിലെ കാസ്റ്റിങ്, പിന്നെ ചന്തുവും അരുണൊക്കെ ഉണ്ട്, അരുൺ കുര്യൻ. അതെ അതെ, ഇവരുടെ കാര്യത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ, അതായത് നസ്ലിനായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. അവരുടെ ഒരു ടീമാന്ന് തോന്നുന്നു. അതെ അതെ അതെ. എന്തായാലും ഇതൊക്കെ മിത്താണെന്ന് കരുതിയിരിക്കുന്ന ആള് ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുന്ന ഒരു സിനിമ അല്ലേ. എനിക്ക് അതേപോലെ തന്നെ ഇതിപ്പം കല്യാണിനെ കുറിച്ച് പറയാൻ വാദവരാതെ പറഞ്ഞു പോവാണ്. കാരണം എന്താ വെച്ചാൽ കല്യാണിയുടെ ലുക്ക് സൂപ്പറായിട്ടുണ്ട്, കിടിലായിട്ടുണ്ട്. കോസ്റ്റ്യൂം ഒക്കെ പൊളി. ആ ഫസ്റ്റ് ഇവരുടെ ചെറുപ്പമാണെന്ന് തോന്നുന്നു, ആ ഒരു സാധനം കാണിക്കുന്ന സമയമുണ്ടല്ലോ ഫോറസ്റ്റിനുള്ളിൽ, അതൊക്കെ എമ്മാരി ഫോട്ടോകളത്. മലയാളത്തില് ഇങ്ങനത്തെ സാധനം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സാധാരണ നമ്മൾ കാട്ടിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാടല്ല നമുക്ക് കിട്ടുക. അതെ, ഇത് വേറെ ലുക്ക് അതിനനുസരിച്ചുള്ള കളർ ഗ്രേഡിങ്, അതാണ് ഒന്നാമത് നമുക്ക് ഒന്നും കൂടി ഒരു എഫക്റ്റ് തോന്നുന്നു കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, സൂപ്പർ മലയാള സിനിമയാണ് തോന്നുന്നില്ല, ശരിക്കും വണ്ടടിച്ചിരിക്കുകയാണ്. ഈ സിനിമ നമ്മളെ ഞെട്ടിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം മാജിക്കൽ രീതിയിലുള്ള കുറേ എലമെന്റ്സുള്ള ഒരു സിനിമയാണല്ലോ. അതെ, അപ്പോൾ ആ രീതിയിലുള്ളൊരു മാജിക് തന്നെ ഈ സിനിമ കൊണ്ടുവരും. യെസ്, അങ്ങനെ തോന്നുന്നു. ഇത് പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, ഒന്ന് ഈ കാട്ടിലെ ആ ഒരു ലുക്ക്, അതെ അതെ, പിന്നെ അവിടെ കുറെ ആൾക്കാര് അങ്ങനത്തെ കോസ്റ്റ്യൂമിലുള്ള കുറെ ആൾക്കാര്, പിന്നെ ഇപ്പുറത്തോട്ട് പക്ക മോഡേൺ അതെ അതെ ഡ്രസ്സുമാണ്, അതിന്റെ കൂടെ മോഡേൺ ടൈപ്പ് ഫൈറ്റും. അതും ഇന്നത്തെ കാലഘട്ടം അല്ലത്. അതെ, അത് മറ്റേ ആദ്യം കാണിക്കുന്നല്ലേ, അത് കുറച്ച് പഴയ സംഭവമാണ്. അതല്ല, അതായത് നസ്ലന്റെയും കല്യാണിന്റെയും ഈ ഒരു സൂപ്പർ ആ ഒരു വേൾഡ് ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു 2030 കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും, കുറച്ച് മുന്നോട്ട് പോകണതായിരിക്കും. ഞാൻ വിചാരിച്ചു മറ്റേത് കുറച്ച് പഴയതും കാണിക്കുന്നുണ്ട്. അതെ, ഞാൻ പറയാൻ വന്ന സാധനം എന്താ അറിയോ, ആ സമയത്ത് മറ്റേ ഫൈറ്റ് സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, അങ്ങനത്തെ ആ രീതിയിലുള്ള ഫൈറ്റും കാണിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഡിഫറൻസും രണ്ടിന്റെയും വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് നല്ല ക്ലീൻ ആയിട്ടാണ് ചെയ്തു പോയിരിക്കുന്നതെന്നാണ്. അത് ഗംഭീരം തന്നെ കേട്ടോ. നമുക്ക് ഒരിക്കലും പ്രതീക്ഷ ഭയങ്കരമായിട്ട് കൂടിട്ടോ, സത്യമായിട്ടും ഒരുപാട് പ്രതീക്ഷ കൂടി. ഇപ്പം ഓണത്തിന് വരാൻ പോകുന്ന സിനിമകളൊക്കെ നമുക്ക് അറിയാം, എല്ലാം ഒന്നിനൊന്ന് മെച്ചം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമുക്കറിയില്ല, സിനിമ കണ്ടു കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്നത് എല്ലാം 4 സിനിമകൾ വരുന്നത് 4 വലിയ സിനിമകളാണ്. അതിലിപ്പോൾ ഇതാ ടീസർ വന്നു, ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ലോക പൊളിയും ഗംഭീര സിനിമയാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇതിൽ കാമ്യ വരുന്ന ദുൽഖർ പിന്നെ ടൊവിനോ, എന്തായാലും അവരുടെ സ്പിൻ ഓഫ് വരും, അല്ലെങ്കിൽ അതിന്റെ ഓരോ സ്പിൻ ഓഫ് എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ചാപ്റ്റർ വേറെ ചാപ്റ്ററുകൾ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ല, ഇനി വരാൻ പോകുന്നവരുടെ പേരിലായിരിക്കും അടുത്ത ചാപ്റ്റർ. അതെ, എന്തായാലും അതിന്റെ വൈബ് വരാൻ പോണത്. ഓക്കെ, എന്താണെങ്കിലും കാത്തിരിക്കാം. ഡൊമിനിക് അരുൺ പൊളിട്ടോ, ഒരു 6 സിനിമയാവട്ടെ. അപ്പം പോവല്ലേ? അപ്പൊ പോവാം. എന്തായാലും നിരാശയുണ്ട്, പക്ഷെ അത് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് തീർക്കും. നിരാശ എന്തിന്? ഇങ്ങനത്തെ ഒരു സാധനം പോലെ സാധനം തന്നു, എന്നാലും അങ്ങനെ കാണുന്നുള്ളത് നമ്മുടെ, അതായത് ഒരു ടീസർ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലുണ്ട്, ഇത് അതുക്കും മേലെ പോയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മളിപ്പം ഡിക്യുവിനെ കാണാത്തതിൽ നമുക്ക് സങ്കടമുണ്ട്, അതില്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു ടീസർ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അതുകൊണ്ട് നമ്മൾ ആ വിഷമം അങ്ങ് മാറ്റി വെക്കുന്നു. പിന്നെ തീർച്ചയായും ഇനി വിഷമിക്കുന്നതിന് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വിഷമം തീർക്കും. കാന്തയാണ് വരാനുണ്ട്. യെസ്, അപ്പൊ എന്തായാലും പോട്ടെ. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.